എൻ്റെ പേര് നിജി. ഞാൻ കൂത്രപ്പള്ളിയിൽ നിന്ന് വരുന്നു. എൻ്റെ പാസ്പോർട്ടിന് സംബന്ധമായിട്ട് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. പാസ്പോർട്ട് കിട്ടി ഞാൻ അവിടെ സാക്ഷ്യം പറഞ്ഞായിരുന്നു കഴിഞ്ഞ വർഷം വന്നപ്പോൾ. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ആ സാക്ഷ്യം പറഞ്ഞ ആ ആഴ്ചയിൽ തന്നെ ഞാൻ പ്രാർത്ഥിച്ചു നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടി. ദൈവം എന്നെ വല്ലാതെ ഒരുപാട് അനുഗ്രഹിച്ചു. സൗദിയിൽ അണ്ടർ എംഒഎച്ച് പോലും അല്ലാതെ ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ നല്ല സാലറിയോടെ ജോലി എനിക്ക് തമ്പുരാൻ തന്നു. മാത്രമല്ല അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും എനിക്ക് അലർജി വന്നു. ഭക്ഷണ പദാർത്ഥത്തിൻ്റെ ആണെന്ന് വിചാരിച്ചപ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു. മമ്മിയെ വിളിച്ചു പറഞ്ഞു, മമ്മി എനിക്ക് അലർജി, ദേഹം മുഴുവൻ ശരീരത്തിൽ പൊങ്ങുവാണ്, കുറയുന്നില്ല, ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ആയി, ശ്വാസം മുട്ടലായി. മമ്മി പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഞാനിപ്പം വിളിച്ച് പറയാം മരിയ ഭവനിലോട്ട്, ഒരു കുഴപ്പമില്ല. ഞാൻ താഴെ ഡോക്ടറെ തന്നെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, നീ കുറച്ച് നേരം റെസ്റ്റ് എടുക്ക്, ശരിയാവും. ആ രാത്രി ഞാൻ ഒരു 3 മണിയായപ്പോൾ എഴുന്നേറ്റ് നോക്കി, എൻ്റെ ശരീരത്തൊന്നുമില്ല, ഒരു പാട് പോലും അവശേഷിക്കാതെ കംപ്ലീറ്റ് മാറി. ഞാൻ മമ്മീനെ വിളിച്ചു പറഞ്ഞു, മമ്മി ഞാൻ ഇങ്ങനെ എൻ്റെ മൊത്തം അലർജി മുഴുവൻ മാറി. മമ്മി പറഞ്ഞു, വിളിച്ച് പറഞ്ഞു അടുത്ത പ്രാവശ്യം വരുമ്പോൾ സാക്ഷ്യം പറയണമെന്ന്. ഞാനിപ്പോൾ സൗദിയിൽ എൻ്റെ ഫസ്റ്റ് വെക്കേഷന് വന്നതാണ്. സാക്ഷ്യം പറയാനും എൻ്റെ തമ്പുരാനോട് നന്ദി പറയാനും വേണ്ടിയാണ് ഞാൻ ഇന്നിവിടെ വന്നത്. നന്ദി എല്ലാവർക്കും എൻ്റെ തമ്പുരാൻ. നമുക്ക് നന്ദി പറയാം. പ്രത്യേകമായിട്ട് അലർജിയോട് വിളിച്ച് പറഞ്ഞപ്പോൾ തിന്മയെ അതിജീവിക്കുന്ന ദൈവത്തിൻ്റെ അഭിഷേകം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. നമുക്ക് പ്രത്യേകമായിട്ട് ആ അമ്മയോടൊപ്പം ഫോണിൽ കൂടി തന്നെ പ്രാർത്ഥിച്ചായിരുന്നു. കർത്താവ് എത്രയോ നല്ലവനാണെന്ന് ഓർക്കുക. വിശ്വാസത്തോടെ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ തൊട്ടവൾ സൗഖ്യം പ്രാപിച്ചതുപോലെ തന്നെ വിശ്വാസത്തോടെ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ കിട്ടിയെന്ന് വരികയില്ല, വേണ്ട, കിട്ടിയില്ലെങ്കിൽ പോലും ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം, ഇത് ദൈവം തന്ന കൃപയാണ്, അനുഗ്രഹമാണെന്ന് ഞാൻ പറഞ്ഞുകൊള്ളാം എന്ന് വാക്ക് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ ദിവ്യകാരുണ്യ മരിയ ഭവനത്തിലിരിക്കുന്ന കർത്താവ് അത് കണ്ടു കഴിഞ്ഞു. മരത്തിൻ്റെ ഇലകൾക്കിടയിലൂടെയാണ് കർത്താവ് അവനെ കാണാനായിട്ട്, കർത്താവിനെ കാണാനായിട്ട് സഖ്യവസ് ആഗ്രഹിച്ചെങ്കിൽ കർത്താവ് അവനെ കണ്ടു കഴിഞ്ഞു. നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ വിശ്വാസമാണ്. ചെവിവേദനയാകട്ടെ, ഏത് രോഗമാണ്, നമുക്ക് എല്ലാവരോട് ചേർന്നുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്ന് സാക്ഷ്യപ്പെടുത്തിയവരുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമാകട്ടെ. ഈ സാക്ഷ്യപ്പെടുത്തലിലൂടെ അനേകം ഇത് മീഡിയയിലൂടെ, ഇൻ്റർനെറ്റിലൂടെ കാണുന്നവരാകട്ടെ, അവർക്കൊക്കെ ഒരു ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഇടയാകട്ടെ. സഭയിൽ വിശ്വാസം വളരട്ടെ, അപ്പസ്തോലിക സഭ വളരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് സഭയുടെ ശുശ്രൂഷ, മരിയഭവന്റെ ശുശ്രൂഷ കൃപ നിറഞ്ഞതാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവിൻ്റെ നിയോഗത്തോടെ നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഒരു നിമിഷം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ഉണർവോടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.